മറ്റെങ്ങോ പോയി മറഞ്ഞൊളിഞ്ഞിരുന്നു. പത്നിക്കു ഞാനൊരു ദുശ്ശകൂനം, അവൾ പട്ടിക്കു തുല്യമായി കാണുമെന്നും. ദോഷം പറയുവാൻ ആളുകളേറെയായി, ഇഷ്ടക്കാരെല്ലാം ഒഴിഞ്ഞുപോയി. പൃഷ്ഠവും താങ്ങി നടന്നവരൊക്കെയും പുച്ഛിച്ചു തള്ളി നടന്നകന്നു. ഈ വിധം ഞാനൊരു നീചനായി തീരുവാൻ എന്തോരപരാധം ചെയ്തുപോയി. ചായ ആ രാമൻ നായരുടെ കടയിൽ നിന്ന് കുടിച്ചോളൂ. എന്താ വേണമെങ്കിൽ കഴിക്കുകയും ചെയ്തോളൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കൃഷ്ണ, കഴുകി കഴിഞ്ഞില്ലേ? മോനിറങ്ങാറായി. മാധവൻ ഈടേട്ട് ഒരുപാട് താമസിക്കുന്നുണ്ടോ ഭാരതിയെ? ഒരു ഉത്തരവാദിത്തക്കുറവ് പോലെ. ഏയ്, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാ. ആ, ആയിരിക്കാം. ഇറങ്ങാട്ടോ. ആ, ശരി. ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ഞാൻ ശരി സാർ. ഞാനെന്താ ചെയ്യും? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു നോക്കാന്ന്. 8 മണിക്ക് മീറ്റ് ചെയ്യുന്നോ നമ്മൾ അവരോട് പറഞ്ഞത്. ഇപ്പോൾ സമയം 9 മണി. ജോൺസൺ കയറ്, നമ്മൾ അങ്ങോട്ടാണ്. ഒരുപാട് തവണ അവർ എന്നെ വിളിച്ചിരുന്നു. ആരൊക്കെയോ പുറത്തുനിന്ന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആര് വന്നാലും ശരി, ജോൺസണാണ് എനിക്ക് അവർ പരിചയപ്പെടുത്തി തന്നത്. പലതവണയായി എൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷമാണ് അവർ വാങ്ങിച്ചെടുത്തത്. ഞാൻ ചെയ്തതൊക്കെ ജോൺസനെ വിശ്വസിച്ചു. അവർ ഫ്രഷാണ്. എന്തോ ബിസിനസ്സിൽ തകരാറ് സംഭവിച്ചതാ. എല്ലാം ശരിയാവും സാർ. കൊല്ലാപ്പായി. ആ നിൽക്കുന്നാരെ, നിങ്ങളെ കാണുന്ന ബിസിനസ്സിലാ വിളിക്കാഞ്ഞത്. ഇവിടെ വന്ന് കണ്ടില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കാന്ന് കരുതി. എന്താ എല്ലാവരും കൂടി? എന്താ കാര്യം? ഇത് കുഞ്ഞുമൊയ്തീൻ, ഇത് എൻ്റെ അനുജൻ ജബ്ബാർ. ഇയാളെ നിങ്ങൾ അറിയില്ല, ഞാനും അറിയില്ല. അത്താണ് പുകില്. എന്താ കാര്യം? എന്താ കാര്യം പറയും? വണ്ടിയിലിരുന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. സാർ, അവർ വെയിറ്റിംഗിലാ. യെസ്, ഐ നോ ജോൺസൺ. ഹാജിയാർ പറയൂ. അത് പിന്നെ ഹാജിയാർ നിൽക്കി, ഞാൻ പറയാം. ഇയാളുടെ കയ്യിൽ നിന്ന് 6 ലക്ഷം വാങ്ങി ജബ്ബാർ കിഡ്നി കൊടുക്കാറിഞ്ഞിട്ട്. ഈ പാവാണിച്ചാലോ മൂപ്പരെ പെര വിറ്റ കായാണ് ജബ്ബാറിന് കൊടുത്തത്. ഇപ്പം കിഡ്നി ഇല്ല, കായില്ല. ഇപ്പം ജബ്ബാർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഓൻ്റെ ചേങ്ങന്മാർ പറ്റിച്ച് കായായിട്ട് കടന്നു കളഞ്ഞതാണ്. വല്ലാത്ത ചതിയെല്ലാം ചെയ്തു ഇയാളോട്. ഇപ്പം ഞാനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും, ഈ പാത്രം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നെ ചതിച്ചതാ. പൈസ മൊത്തം അവർ കൊണ്ടുപോയി. മൊയ്തീനെ, ഇവിടെ വലിയൊരു റാക്കറ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. കിഡ്നി റാക്കറ്റ്. അതിൽ പല സ്ഥാപനങ്ങളും ഒത്താശ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ അത്. ആ അതെ. ആ എന്താ, ജബ്ബാറിൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. ഒരു ഉറക്കത്തിൽ കിഡ്നി നഷ്ടപ്പെട്ട പലരുമുണ്ട് ഈ നാട്ടിൽ. നീയും ഈ വഞ്ചനയിൽ പങ്കാളിയാണ്. നല്ല ബന്ധങ്ങൾ തേടുക, നല്ലവരുമായി കൂട്ടുകൂടുക. ദൈവം നിങ്ങളുടെ മകന് ആയുസ് തരുമെങ്കിൽ സാമ്പത്തികം നിങ്ങൾക്കൊരു പ്രശ്നമാവില്ല. എല്ലാം മാധവൻ നോക്കിക്കോളും. പോയിക്കോളൂ. ഈ കുടുംബത്തിന് 100,000 നന്ദി. നന്ദി പറയേണ്ടത് ഈ കുടുംബത്തോടല്ല, നന്ദി പറയേണ്ടത് സർവശക്തനായ ദൈവത്തിനോടാണ്. മാധവ, ഈ മുറ്റത്ത് ചതിച്ചവൻ്റെയും ചതിക്കപ്പെട്ടവൻ്റെയും കണ്ണീര് വീഴാൻ പാടില്ല. ജോൺസൺ, എന്തായാലും ഇന്ന് വേണ്ട, നാളെ പോകാം. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ സാർ നാളെ തന്നെ. അതിന് മാറ്റമില്ല, മാറ്റമുണ്ടാവാൻ പാടില്ല. ഹലോ, ജോൺസൺ എവിടെയാ? ഞാൻ ഇപ്പോൾ വരാം.
ഇന്ന് മേനോൻ വരില്ലല്ലേ? ഒരു ദിവസം ഒരു യുഗം പോലെയാണ്. ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ തന്നെ വേണമെന്നാണ് സാറ് പറയുന്നത്. സാറാണെങ്കിൽ കോപത്തില. നാളെ തന്നെ കൊടുക്കാലോ. എല്ലാം റെഡിയാണ്. ഇനി എന്താണ് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ ജോൺസാ? മേനോ സാർ താങ്കൾ ഉദ്ദേശിച്ചതുപോലല്ല വിക്ടറെ. കോടിക്കണക്കിന് പണമുള്ള മേനോൻ 50 ലക്ഷം എന്ത്? ജോൺസനൊപ്പം നിന്നാൽ മതി. 50 പങ്ക് ജോൺസനും പറ്റിയിട്ടുണ്ട്. എനിക്ക് പ്രശ്നമില്ല. മക്കളുടെ തുടർപഠനം, മക്കളുടെ മുന്നിൽ ജോൺസൺ എന്ന എൻ്റെ അഭിമാനം ഒരു വാട്സാപ്പിലൂടെ. നമ്പർ എനിക്കറിയാം. അപ്പോൾ എന്നെയും കലികാലമാണ് ജോൺസാ. നാളെ 10 മണി വരണം, കൊണ്ടുവരണം. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മാധവ മേനോൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കാരുണ്യപർവ്വത്തിനുള്ള അവാർഡ് കിട്ടിയ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നല്ലോ. അതിന് ആ സന്തോഷം പങ്കുവയ്ക്കുന്നത് നമ്മുടെ നാട് അദ്ദേഹത്തിന് പൗരസ്വീകരണം നൽകുകയാണ്. ഈ പൗരസ്വീകരണ വേദിയിലേക്ക് നമ്മുടെ മെമ്പർ ശ്രീ കുഞ്ഞു മൊയ്തീനെ ക്ഷണിക്കുന്നു. നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ മാധവ മേനോൻ സാറിന് ഗവൺമെന്റിൽ നിന്നും അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന അനുമോദന യോഗത്തിൽ മികച്ച സംരംഭകനും മനുഷ്യസ്നേഹിയും സാമൂഹ്യ പ്രവർത്തകനുമായ എന്നീ നിലകളിൽ ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ തുണയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല, ഈ വേദിയിൽ ഇനി ഒരു സൽക്കർമ്മമായ ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സംഭാവന അദ്ദേഹം കൈമാറി. നന്ദി, നമസ്കാരം. എന്റെ ചുമതലകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പൗരസമിതിയുടെ സ്വീകരണം കൊടുക്കാൻ നമ്മുടെ മെമ്പറെയും സ്വീകരിക്കാൻ ശ്രീ മാധവ മേനോനെ ഞാൻ ക്ഷണിച്ചു കൊടുത്തു. അടുത്തതായി പൊന്നാട അണിക്കാൻ ശ്രീ ആചാര്യ ക്ഷണിച്ചു. ശ്രീ കിഡ്നി രോഗിക്ക് അത് മാറ്റിവെക്കുന്നതിന് സർവ്വസഹായവും ശ്രീ മാധവ മേനോൻ ചെയ്തു കൊടുക്കുന്നു. അതിനായി മേനോൻ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ജോൺസനെ പരമാവധി വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ഗെയിമിലെ അവസാനത്തെ ഷോയാണ്. ഇത് പറയുന്നു ജയിക്കുമെന്ന്. ഇവിടെ വിജയം അനിവാര്യമാണ്. എനിക്കും നിനക്കും. ജോൺസന് ബോധ്യമായിട്ടുണ്ട് നമ്മൾ ചതിക്കുകയാണ്. വിക്ടർ, ഇത് ചതിയല്ല, ഗെയിം. ജയിക്കാം, പരാജയപ്പെടാം. ഇനി 2-3 ദിവസം മാത്രം നമ്മളിവിടെ. മറിയം വന്നോ? അവൾ എന്ത് പറഞ്ഞു? അവൾ റൂമിലുണ്ട്. അവിടെ എല്ലാം റെഡിയാണ്. നീ വണ്ടി എടുക്ക്. നാളെ നമുക്ക് ഷോ ഇല്ല. നാളത്തെ ഷോ മറിയം, ജോൺസൺ. നമ്മൾ വെറും കാഴ്ചക്കാർ. ഈ മേശയ്ക്ക് മുകളിൽ ഒഴിഞ്ഞതും ഒഴിയാത്തതുമായ മദ്യക്കുപ്പികളും ഗ്ലാസും ഉണ്ടാവണം. മേനോ വന്ന് കയറിയാൽ മദ്യക്കുപ്പികൾ കാണാൻ പാടില്ല. ഈ ഫാൻ
മേനോൻ അകത്ത് കയറിയാൽ തിരിഞ്ഞിരിക്കണം. ചുമരിൽ ക്യാമറയുണ്ട്. മേനോന്റെ കൂടെ ജോൺസൺ ഉണ്ടാവും. ഫാൻ നിന്ന് കഴിഞ്ഞാൽ ജോൺസൺ പുറത്തു വരണം. പിന്നെ മറിയത്തിന്റെ സീൻ അത് അവൾ നോക്കിക്കോളും. ഇവിടെ എവിടെയോ ആണ്. നോക്കാം. ഈ അധ്യായം ഇന്നത്തോടെ അവസാനിക്കണം. ഇവിടെ വരാമെന്നാണ് അവർ പറഞ്ഞത്. നമുക്കകത്തേക്ക് ഇരിക്കാം. സാറിന് ഇവിടെ ഇരിക്കാം. എന്ത് സ്ഥലമാണോ അത്? മേനോൻ സീനായി കൊണ്ടിരിക്കുന്നു വിക്ടർ. എവിടെയെങ്കിലും പാളിയാൽ കറണ്ട് പോയല്ലോ. ഞാനിപ്പോൾ വരാം. എന്തൊരു ഉഷ്ണം. ആരെയും കാണുന്നില്ലല്ലോ. മേനോൻ വിയർക്കുന്നുണ്ടല്ലേ? മേനോന്റെ ഓരോ തുള്ളി വേർപ്പും നമുക്ക് വളമാണ്. ഇനി മറിയത്തിന്റെ ഉഴവാണ്. സ്ക്രീനിൽ ഇനി ജോൺസൺ ഇല്ല. ജോൺസൺ ഇനി അണിയറയിലാണ്. സാറ് വല്ലാതെ വേർക്കുന്നു. ദാഹിക്കുന്നുണ്ടല്ലേ? എന്താ നീ ആരാ? സാർ ഈ വെള്ളം കുടിക്കി. കുടിക്ക് സാർ. നീ ആരാ? നിന്നെ ആരാ ഇങ്ങോട്ട് വിട്ടത്? അതൊക്കെ വഴിയേ പറയാൻ സാർ. നിക്ക് സാർ. എന്തൊക്കെയുണ്ട് മേനോൻ സാറേ മറിയത്തിൻ്റെ വിശേഷങ്ങൾ? മറിയത്തിന് സാറിനങ്ങ് വല്ലാതെ ഒതിച്ചിരിക്കുന്നു. എത്ര മനോഹരമാണ് നിങ്ങളുടെ വിഷ്വൽസ്. സാറാ വാട്സപ്പ് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറ. ചതിയല്ല മേനോൻ, ഇതൊരു കളിയാണ്. എ ഗെയിം. വ്യവസായ പ്രമുഖൻ, കാരുണ്യ പ്രവർത്തകൻ, നാട്ടുകാരുടെ കണ്ണിലുണ്ടി. ഇനി ജനം കാണുന്നത് സാറിന്റെ മറ്റൊരു മുഖം.
സാറിന്റെ ചിത്രങ്ങൾ ജനത്തെ കാണിക്കാൻ എനിക്കിഷ്ടമല്ല. സാർ എന്നോട് സഹകരിച്ചാൽ സാറിന്റെ മാനം നഷ്ടമാവില്ല. 60 ലക്ഷം രൂപ ഞാൻ വിലയിട്ട സാറിന്റെ മാനം. അതിലേക്ക് സാർ ഓൾറെഡി 50 തന്നു കഴിഞ്ഞു. ഒരു 10 കൂടി തന്നാൽ നമുക്ക് ഈ കളിയോടെ അവസാനിപ്പിക്കാം. ആലോചിക്കാൻ സമയമുണ്ട്. എന്താ നായരെ? ജയരെ, ഒരു പ്രശ്നമുണ്ട്. വീട്ടിലേക്കൊന്ന് വരുമോ? ഒരു കാര്യമുണ്ട്, അതാ. ഞങ്ങൾ വീട്ടിലേക്ക് വരാം. ഞാൻ ജബ്ബാറിനെയും കൂട്ടാം. ആയിക്കോട്ടെ, ശരി. എന്താ ജയരെ? എടാ ജബ്ബാറേ, ഇജിങ്ങിട്ട് വാ. നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്. അതെ, ഇപ്പം വരാം. എന്താടാ? നമ്മളാ ബിസിനസ് സംസാരിക്കാനേ പ്രശ്നമാണ്. ഇതിൽ നോക്കൂ. പടച്ചോനെ, എന്താ അതൊക്കെ? അവർ ചതിച്ചു അല്ലേ? ചതിച്ചതാ. ജോൺസണാണ് എന്നെ ചതിച്ചത്. പണമാണ് അവരുടെ ലക്ഷ്യം. ഇനി ഒറ്റ പൈസ പോലും അവർക്ക് കൊടുത്തു പോകരുത്. ഇപ്പം പേടിച്ച ഇനിയും നിന്നെ വെച്ചവർ വിലപേശും. ഇതുപോലൊരു ചതി ഇനി ആർക്കും പറ്റരുത്. ഇക്കളിപ്പം തീർക്കണം. സമയം വൈകിട്ടില്ല. നിങ്ങൾ വാ ജയരെ. ഭാരതിയ ഷർട്ടും എടുക്കൂ. എന്താ പ്രശ്നം? പറയൂ. എവിടെ? ഇപ്പം എത്താം. ഓക്കെ. ഹലോ, എന്താണ്? ഞാനെത്താം. എടാ നിർത്ത്. എടാ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ സ്ഥലത്തേക്ക് നമുക്ക് പോകണം. നമ്മുടെ പിള്ളേരെ കുട്ടി വന്നാൽ മതിയാ. നമ്മുടെ പിള്ളേരെ കുട്ടി ആ സ്ഥലത്തേക്ക് എത്താം. നമുക്ക് ആ പിള്ളേരെയും കുട്ടി ആ സ്ഥലത്തേക്ക് പോകാം. അവിടെ എന്തോ ചൊറയുണ്ട്. എൻ്റെ സീൻ കഴിഞ്ഞില്ലേ? എനിക്ക് പോകേണ്ട സമയമായി. ഒരാൾക്കും പോകാൻ സമയമായിട്ടില്ല അല്ലേ ബോസ്? അതാണ് കറക്റ്റ്. മറിയത്തെ സീൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ ഭർത്താവ് വന്നാലേ നിന്റെ സീൻ പൂർണ്ണമാവൂ. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ പ്ലീസ്? വേറൊരു മറിയം കടന്നു വരുന്നത് വരെ ഈ മറ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ ജോൺസനും ജബ്ബാറേ, തല്ലിക്കൊല്ലട ഈ നായിന്റെ മക്കളെ. അയ്യോ അമ്മച്ചി. ഇതൊക്കെ കൂടിയിട്ട് ആര്യന്മാരുടെ കുടുംബം നശിപ്പിക്കല്ലടി. എന്നെ അടിക്കരുത്. എന്നെ ചതിച്ചതാണ്. എന്റെ കുടുംബത്തെയും. നിർത്ത ജബ്ബാറേ. ഇനി തല്ലിയാവൻ ചത്തുപോകും. നീ ചതിച്ചൊടുക്കിയ ഒരുപാട് പേരുടെ കണ്ണുനീരിന് നീ ഉത്തരം പറഞ്ഞേ മതിയാവും. ഇവനെ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുക്കും.
പാഞ്ഞു പോയിടുന്നു കാലമാമസ്യവും കാലടി പാടുകൾ ബാക്കിയാക്കി. പാഞ്ഞു പോയിടുന്നു കാലമാമസ്യവും കാലടി പാടുകൾ ബാക്കിയാക്കി. കപടമീ ലോകത്തിനാശ്വാസമാകുന്ന സൽച്ചിന്ത പേറുന്ന മാനവരും. കപടമീ ലോകത്തിനാശ്വാസമാകുന്ന സൽച്ചിന്ത പേറുന്ന മാനവരും. ഇനി ഞാൻ മയങ്ങട്ടെ തെല്ലുനേരം എൻ്റെ നിശ്വാസവായുവിൻ താളമോടെ. ഇനി ഞാൻ മയങ്ങട്ടെ തെല്ലുനേരം എൻ്റെ നിശ്വാസവായുവിൻ താളമോടെ.